മനോജ് ടോക്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് പുലർച്ചെ നടന്ന പോർച്ചുഗൽ കൊളംബിയ മത്സരം പോർച്ചുഗൽ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകമായൊരു മത്സരമായിരുന്നു. പോർച്ചുഗൽ രണ്ടാമത് കളിച്ച കളി, അതായത് ഉസ്ബെക്കിസ്ഥാനോട് കളിച്ച കളിയുടെ 7 അയലത്ത് പോലും അവർക്ക് എത്താനായില്ല എന്നുള്ളതാണ് ഈ മത്സരത്തിൻ്റെ പ്രത്യേകത. കൊളംബിയ ആകട്ടെ അവരുടെ മികച്ച കളി പുറത്തെടുക്കുകയും ചെയ്തു. എന്നാൽ ഗോൾ രഹിത സമനിലയിലാണ് കളി അവസാനിച്ചത്. പാളിച്ചകളിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇന്നത്തെ മത്സരത്തിലെ പാളിച്ചകളിലേക്ക് വന്നു കഴിഞ്ഞാൽ കോച്ച് മാർട്ടിനസിൻ്റെ ചില പിഴവുകൾ വളരെയധികം ഉണ്ട് എന്ന് നമുക്ക് കാണാം. കാരണം മുൻ കോച്ചായ സാൻഡോസും അതുപോലെ ഇപ്പോഴത്തെ കോച്ചായ മാർട്ടിനസും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം എതിരാളികളുടെ പിഴവുകൾ മാത്രം ആശ്രയിച്ച് നമുക്ക് എങ്ങനെയാണ് ഒരു കളി ജയിക്കാൻ പറ്റുക? എന്തിനാണ് ഇങ്ങനെ പ്രതിരോധാത്മക ഫുട്ബോൾ മികച്ച ടീമുകൾക്കെതിരെ അവർ എപ്പോഴും കളിക്കുന്നത്? അതുമാത്രമല്ല, വിങ്ങുകളുടെയുള്ള പെട്ടെന്നുള്ള ആക്രമണം നടത്തിക്കൊണ്ട് ഗോളടിക്കാനുള്ള ഒരു ശ്രമവും പോർച്ചുഗലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുള്ളത് നിരാശാജനകമാണ്. ഗോൾ കീപ്പർ ഡിയോഗോ കോസ്റ്റ നടത്തിയ 6 സേവുകൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് പോർച്ചുഗൽ നാണം കെട്ട് മടങ്ങേണ്ടി വന്നേനെ. ഏതായാലും അടുത്ത മത്സരത്തിൽ അവർക്ക് നേരിടേണ്ടി വരുന്നത് യൂറോപ്പിലെ വമ്പൻ ശക്തികളായ ക്രൊയേഷ്യയാണ്. ക്രൊയേഷ്യക്കെതിരെ ഈ തന്ത്രങ്ങൾ മാറ്റിയില്ലെങ്കിൽ പോർച്ചുഗലിന് പിന്നീട് അങ്ങോട്ടുള്ള പോക്ക് വളരെ ബുദ്ധിമുട്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിറം മങ്ങിയ റൊണാൾഡോ ആണ് നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ പറ്റിയത്. നിറം മങ്ങിയ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിലേക്ക് കഴിഞ്ഞ തവണത്തെ പോലെ ഗോളുകൾ എത്തിക്കാതിരിക്കുന്നതിൽ കൊളംബിയൻ പ്രതിരോധ നിര വളരെയധികം പ്രയത്നിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിന് എടുത്തു പറയത്തക്ക ഒരു മത്സരത്തിൽ പറയാനുണ്ടായിരുന്നത് ഒരു ബൈസിക്കിൾ കിക്ക് മാത്രമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ന്യൂനത എന്ന് പറയുന്നത് ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ അസിസ്റ്റുകളുടെ കുറവായിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ കളിയിൽ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റുകളാണ് ഗോളിന് വഴിയൊരുക്കിയിട്ടുള്ളത്. ഇവിടെ അദ്ദേഹം അസിസ്റ്റുകൾ നൽകാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു മികച്ച ഷോട്ട് കൊളംബിയൻ ഗോളി വർഗോസ് തടഞ്ഞിടുകയും ചെയ്തു. കൊളംബിയൻ വിങ് ബാക്കുകളായ മച്ചാഡോയും അതുപോലെ അരിയാസും പോർച്ചുഗീസ് വിങ്ങർമാരെ പൂർണ്ണമായിട്ടും പൂട്ടിക്കെട്ടി. റാഫോ ലിയാവിനെ പോലുള്ള വേഗതയേറിയ താരങ്ങളെ കോച്ച് മാർട്ടിനസ് കളത്തിലിറക്കിയത് വളരെ വൈകിയാണ്. ഇതും മത്സരത്തിൻ്റെ ഒരു പരാജയ കാരണമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുപോലെ കഴിഞ്ഞ കളിയിൽ ഫോമിലായിരുന്ന ജാവോ ഫെലിക്സ് ഇന്നത്തെ കളിയിൽ ഒരുപാട് അവസരങ്ങൾ തുലച്ചു കളഞ്ഞു എന്ന് നമുക്ക് പറയാവുന്നതാണ്.